ഹായ്, വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ NMMS. ടേൺ ടു ലേൺ NMMSൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ NMMS പരീക്ഷ നവംബർ 16 നടക്കുകയാണ്. നമുക്കറിയാം ഇനി 1.5 മാസം മാത്രമാണ് നമുക്ക് സമയമുള്ളത്. അതായത് 45 ദിവസത്തിന് താഴെ മാത്രമേ ഇനി നമുക്ക് സമയമുള്ളൂ NMMS പരീക്ഷയ്ക്ക്. നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിലായിട്ട് നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം NMMS പരീക്ഷ 8ാം ക്ലാസ്സിൽ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. ഇനിയും നിങ്ങൾ അതൊരു സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് NMMS ക്രാക്ക് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തി NMMSന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ, നല്ല രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് NMMS ലഭിക്കും. കഴിഞ്ഞ 10 വർഷത്തോളം NMMS കോച്ചിങ് രംഗത്ത് നിൽക്കുന്ന നമുക്കത് അറിയാൻ പറ്റും. കൃത്യമായിട്ടുള്ള പ്ലാൻ, സ്ട്രാറ്റജിയോട് കൂടി അതിനെ സമീപിച്ചാൽ, അതിനെ പ്രിപ്പയർ ചെയ്താൽ എന്തായാലും NMMS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അത് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളതാണ്. എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ വീണ്ടും ഞങ്ങൾ ആവർത്തിക്കുന്നു. ഈ വർഷവും 2023 വരെ നടന്നിട്ടുള്ള മാറ്റിൻ്റെയും സാറ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ സാറ്റ് പഠിക്കുമ്പോഴും മാറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴും ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചിട്ടോ അല്ലെങ്കിൽ മാറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ മാത്രം സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സാറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നത്? നമ്മൾ ഒരു 4-5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അസ്യൂം ചെയ്യാൻ പറ്റും. ഈ ഏരിയയിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാം, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പോൾ തീർച്ചയായും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ സ്ട്രാറ്റജീസ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത്. അപ്പോൾ മാറ്റിൻ്റെ കാര്യത്തിൽ പ്രാക്ടീസ് അത് നിർബന്ധമാണ്. പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും മാറ്റിൽ നല്ലൊരു സ്കോർ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. മാറ്റിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ സാറ്റിൽ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള 7ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങൾ വായിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനിയും സീരിയസ് ആയിട്ട് NMMSനെ എടുക്കാത്തവരാണെങ്കിൽ സ്കോളർഷിപ്പ് നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം NMMSന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പ്ലാനോട് കൂടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. നമുക്കറിയാം കേരളത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട്. അതിൽ ഒരു 2 ലക്ഷം അല്ലെങ്കിൽ 1.5 ലക്ഷം വിദ്യാർത്ഥികൾ NMMS പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ്. അതിൽ നിന്ന് 3470 വിദ്യാർത്ഥികളാകാൻ വേണ്ടിയിട്ട് അത്രയും കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു സ്കോളർഷിപ്പ് എക്സാമായിട്ട് NMMS ഓരോ വർഷവും കൂടി കോമ്പറ്റീഷൻ ഹൈ ലെവൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു തയ്യാറെടുപ്പുമില്ലാതെ, ഒരു സ്ട്രാറ്റജീസ് ഇല്ലാതെ, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ NMMS ക്രാക്ക് ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കൃത്യമായിട്ടുള്ള പ്ലാനോടുകൂടി ഇനിയുള്ള 45 ദിവസം നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. എപ്പോഴും പറയുന്നത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ടേൺ ടു ലേണിൻ്റെ NMMSൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ NMMSൻ്റെ വീഡിയോസ്, മാറ്റിൻ്റെയും സാറ്റിൻ്റെയും വീഡിയോസ് ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് NMMSുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9562654789 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.